രാജുവിനോട് ചോദിച്ചു, നമ്മുടെ എൻ്റെ സുഹൃത്ത് നമ്മുടെ മണ്ഡലം രാജു ഉണ്ടല്ലോ, അംജദ്. ഞാൻ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? അതേപോലെ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, പക്ഷെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ എങ്ങനെ ഒരു പ്രദേശത്ത്, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല കേട്ടോ, എല്ലാവരും ഉത്തരവാദികളാണ്. ഇത് തന്നെയാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ സ്ഥിതി, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ വേണ്ടേ, അത് അംഗീകരിക്കപ്പെടണ്ടേ, ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് വേണ്ടേ വികസന പാലം. മറ്റൊന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ ശുചിത്വമാണ്. ശുചിത്വം ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല. ഈ പറവൂർ നഗരത്തിൽ ഒരു കശാപ്പ് ശാലയുണ്ടോ? കൊച്ചിൻ കോർപ്പറേഷനില്ല. ഇപ്പൊ ആളുകളൊക്കെ വീടുകളിലും പറമ്പിലുമാണ് ഇത് കൊല്ലുന്നത്. വിൽക്കുന്നത് എങ്ങനെയാ? ആ കെട്ടിത്തൂക്കിയിട്ട് കണ്ടാൽ നമുക്ക് വിഷമം. ഒരു നല്ല കശാപ്പ് ശാല, നമുക്ക് മാർക്കറ്റുണ്ട്, ഫിഷ് മാർക്കറ്റ് ഉൾപ്പെടെ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ആ മാർക്കറ്റുകൾ ശുചിത്വപൂർവമായിട്ടാണോ നമ്മൾ സൂക്ഷിക്കുന്നത്? നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ വാട്ടർ മാനേജ്മെന്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, 10 വർഷം കഴിഞ്ഞാൽ കൊച്ചി മേഖല മുഴുവൻ വലിയൊരു കുടിവെള്ളക്ഷാമത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടുകൂടി വലിയൊരു വാട്ടർ സപ്ലൈ സ്കീം കൊണ്ടുവരുന്നത്. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ആര് നടപ്പിലാക്കുന്നത്, എവിടെ നിന്ന് സാമ്പത്തികമാണ്, അതൊക്കെ സ്വാഭാവികം, കേരളമല്ലേ, എന്ത് കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു വലിയ വാട്ടർ സപ്ലൈ സ്കീം ഗ്രേറ്റർ കൊച്ചിന് വേണ്ടി കൊണ്ടുവരുന്ന ശ്രമത്തിലാണ്. അതിനാണ് ഈ അടുത്ത കാലത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്കത് വേണ്ടേ? പിന്നെ ഹെറിറ്റേജ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പറവൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളമായി ഹെറിറ്റേജ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാനിവിടെ മന്ത്രിയായിരുന്ന സമ്പത്തിൽ MLA ആയിരുന്ന കാലത്ത് സിനഗോഗ് ഉൾപ്പെടെ ധാരാളം ഇവിടെ നമ്മുടെ പഴയ സമ്പത്തുകൾ സൂക്ഷിക്കുന്നതിന് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ വാട്ടർ വേസ്, ഏറ്റവും കൂടുതൽ വാട്ടർ വേസ് ഉള്ള സ്ഥലമാണ്.